മാവൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡായ കോട്ടക്കുന്നിലെ കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ചിലർ നടത്തുന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിച്ചു. കുറച്ചു വർഷങ്ങൾ കൊണ്ട് കോട്ടക്കുന്നിൽ ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും യാഥാർത്ഥ്യം ഇതായിരിക്കെ ചിലർ നടത്തുന്ന പ്രചരണം തള്ളിക്കളയണമെന്നും ഇവർ പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കോട്ടക്കുന്നിൽ 50,000 ലിറ്റർ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു ടാങ്ക് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അന്ന് അതിലേക്ക് നമുക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ച് PHDയിൽ നിന്നും നേരിട്ട് ബൂസ്റ്റർ പമ്പ് മുഖാന്തരം നമ്മൾ ഒരു പ്രൈവറ്റ് ഭൂമിയിൽ കൂടെ തന്നെ ആ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് നിർലോഭം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലും അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ ചില നിയമ തടസ്സങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടക്കുന്ന് കോളനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വികസനങ്ങളുമുള്ള ഒരു കോളനി തന്നെയാണ് ഇത്. കാരണം വീടാവട്ടെ, വൈദ്യുതി ആവട്ടെ, റോഡാവട്ടെ, വെള്ളമാവട്ടെ എല്ലാം മികച്ച ഒരു രീതിയിലാണ് ഇന്ന് നമ്മുടെ ആ കോട്ടക്കുന്ന് കോളനി നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പല വീടുകൾക്കും ചുറ്റുമതിലുകൾ ഇടിഞ്ഞു പോവുകയും അതിനോടനുബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 1 കോടി രൂപ കൊണ്ടുവന്നുകൊണ്ട് 1 കോടി 10 ലക്ഷം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ 1 കോടി 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് 22ഓളം വീടുകൾക്ക് നമ്മൾ ചുറ്റുമതിലും കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ വളരെ ഭംഗിയായി വളരെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ച് ജീവിച്ചു വരികയാണ് കോട്ടക്കുന്നിലെ പ്രദേശവാസികൾ. ഇവിടെ ഈ കോട്ടക്കുന്നിൻ്റെ മുകളിൽ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കുമില്ല. എല്ലാ വീട്ടിലും വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ PHDയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടാത്തത്. അല്ലെങ്കിൽ 2-3 ആളെ വെച്ചിട്ട് താഴെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ട്. ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ വെച്ചിട്ട് വെള്ളം അടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇപ്പം അതാ ഞങ്ങളൊക്കെ വീട്ടുമുറ്റത്തും വെള്ളം കിട്ടിയാണ്. റോഡുമേൽ നിന്ന് ഇനി വെള്ളം എടുക്കൽ ഇപ്പം ഞങ്ങളെ വീട്ടുമുറ്റത്തും വെള്ളമായിന്. എല്ലായിടത്തും വെള്ളമുണ്ട്. ഈ പൈപ്പിൻ്റെ ഒരു പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം കോട്ടക്കുന്നിൻ്റെ മുകളിൽ ഇന്നേ വരെ വന്നില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ട് വരൽ ഇങ്ങനെയാണ്. PHDയിൽ വെള്ളം അടിക്കാനും വെള്ളം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് പൊട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളം വരലുണ്ട്. ഇല്ല, അല്ലാത്ത ഒരു പ്രശ്നവും ഇവിടെ ആരും ഒരു വെള്ളത്തിന് ഒരു പാത്രം എടുത്തിട്ട് ദൂരെ എവിടെയും പോയി വെള്ളം കൊണ്ടുവരേണ്ട ഒന്നൊരവസ്ഥ വന്നില്ല. ഞങ്ങൾക്കൊന്നും വന്നില്ല കേട്ടോ. ഇനി ഒന്നുമുള്ള കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഒന്നും ആർക്കും വന്നില്ല. ഞങ്ങൾക്കൊന്നും വന്നില്ല. ഞങ്ങളിത് അവിടെ തിരുമംഗലം ഈ ഭാഗത്തുള്ളവർക്കൊന്നും വന്നില്ല. കുടിവെള്ളത്തിന് ഒരു ക്ഷാമമില്ല. കാരണം വലിയൊരു ടാങ്കും ഒരു ചെറിയ ടാങ്കും നിർമ്മിച്ച് യഥാസമയം എല്ലാവർക്കും വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഈ കുന്നിന് മുകളിലുണ്ട്. പിന്നെ വല്ലപ്പോഴും കറണ്ട് പോകുമ്പോഴോ പൈപ്പ് പൊട്ടി മെയിൻ്റനൻസ് വർക്ക് നടത്തുമ്പോഴോ മാത്രമേ ഈ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഇവിടെ അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷേ എന്നാലും എല്ലാ വീടുകളിലും 10ഉം 20ഉം 15ഉം ലിറ്റർ 200-2000 ലിറ്റർ വരെ സ്റ്റോക്ക് ചെയ്ത വീടുകളാണ് ഈ ഭാഗത്തുള്ള എല്ലാ വീടും. 1-2 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും അത് തരണം ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്. മാവൂർ പഞ്ചായത്തിൽ ഞാൻ അന്ന് 8ാം വാർഡിലെ മെമ്പറായിരുന്നു. 9ാം വാർഡിൽ പൂക്കാട്ട് വേലായുധനായിരുന്നു. ഞങ്ങൾ 2 മെമ്പർമാരും കൂടി ആലോചിച്ച് പഞ്ചായത്തിലെ പ്രോജക്റ്റ് തയ്യാറാക്കി കോട്ടക്കുന്ന് പാറപ്പുറം ഭാഗത്തേക്കുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പദ്ധതി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. LDF ഭരിക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് ഞങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. പദ്ധതി വന്ന് കോട്ടക്കുന്നിൽ ഇവിടെ ഒരുപാട് വയലിനകത്ത് കിണർ കുഴിച്ചു. കോട്ടക്കുന്നിൽ ഇപ്പോൾ 64 കുടുംബങ്ങളാണ് ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത്. യഥേഷ്ടം വെള്ളം ഈ ശുദ്ധജലം ഈ കിണറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പദ്ധതി പൂർത്തീകരിച്ച സമയത്ത് പാറപ്പുറം ഭാഗത്തേക്ക് ഈ പദ്ധതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അന്ന്. കാരണം കോട്ടക്കുന്നുമേൽ കുറേ അധികം വീടുകളുള്ളതുകൊണ്ട് കുറച്ചുകൂടി ആളുകളെ ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനന്ന് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പൂക്കാട്ട് വേലായുധൻ പഞ്ചായത്തിന് മെമ്പറായിരുന്നു. ഞങ്ങൾ 2 ആളും ആലോചിച്ചു. അന്ന് ഗ്രാമസഭയിലൊക്കെ ആലോചിച്ചാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇത്രയും കാലമായി വളരെ ഭംഗിയായി ഇതിനൊരു കമ്മിറ്റി ഇവിടെ ഉണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 64 കുടുംബങ്ങൾ വെള്ളമെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കോട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ചില ചാനൽ ചർച്ചകളൊക്കെ കാണാനിടുന്നു. ആ ചാനൽ ചർച്ചയിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കോട്ടക്കുന്ന് എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. കോളനിക്ക് അകത്ത് പട്ടികജാതി വിഭാഗമല്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് കോട്ടക്കുന്ന് കോളനി. ആ കോളനിക്കകത്ത്
ഉള്ള ആളുകൾക്ക് ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത്, അന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ ധർമ്മജൻ പ്രസിഡന്റായിരുന്ന കാലത്ത് മാവൂർ പഞ്ചായത്തിൽ ആദ്യമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി എത്തിച്ച പ്രദേശമാണ് കോട്ടക്കുന്ന്. ഇന്ന് വരെയും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എടുത്ത് ഉപയോഗിക്കുന്ന കുറേയധികം കുടുംബങ്ങൾ, ഒരു 65 ഈ 64 കുടുംബത്തെ മാറ്റി നിർത്തിയാൽ ഒരു 35-40 കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശുദ്ധജലം ലഭിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള പദ്ധതികൾ വീണ്ടും വീണ്ടും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിൻ്റെ നേരത്തെ പൊതു ടാപ്പുകൾ സ്ഥാപിച്ചു. മാവൂർ പഞ്ചായത്ത് UDFന്റെ ഭരണസമിതി മുഴുവൻ പൊതു ടാപ്പുകളും കട്ട് ചെയ്ത സമയത്തും കോട്ടക്കുന്നുമലെ ഒരു പൊതു ടാപ്പ് കട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇന്നും അവിടെയുള്ള ആളുകൾ, ആ കുന്നിന് പുറത്തുള്ള ആളുകൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഒരു നയാ പൈസയും കൊടുക്കാതെ സൗജന്യമായി എടുത്ത് ഉപയോഗിക്കുകയാണ്. യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഏതോ ചില 2-3 പാവങ്ങളായിട്ടുള്ള ആളുകൾ കണ്ടെത്തി അവരോട് നേരത്തെ പറഞ്ഞ് അവരെ ചട്ടം കെട്ടി. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞ് ചട്ടം കെട്ടി അവർ പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ വെള്ളം കിട്ടുന്നില്ല, കുറേ കാലങ്ങളായി കിട്ടി. ഞങ്ങളെ ഇവിടുത്തെ മാവൂരിൽ പഞ്ചായത്തിലുള്ള മുഴുവൻ ചാനലിലെയും രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങളിവിടെ ക്ഷണിക്കുകയാണ്. ഞാനിവിടെ 10 കൊല്ലം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ആ 10 വർഷക്കാലം കൊണ്ട് ഈ കുന്നൻ പ്രദേശത്ത് ഉണ്ടാക്കിയുള്ള മാറ്റങ്ങൾ അത് ചെറുതല്ല. അതിനുശേഷം വന്ന പഞ്ചായത്ത് മെമ്പർമാർ അത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ഇവിടെ കോട്ടക്കുന്ന് കോളനിക്ക് MLAയുടെ നേതൃത്വത്തിൽ 1 കോടി രൂപയുടെ വികസനം, കോളനി നവീകരണത്തിന് വേണ്ടി 1 കോടി MLA അനുവദിച്ചു തന്നു. അത് ഗവൺമെൻറ് തന്നെ ടെൻഡർ ചെയ്തു. സിഡ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് കരാറെടുത്തത്. ആ സിഡ്കോ ഏജൻസി കരാറെടുത്തതിന് ശേഷം അവരിവിടെ വന്നു, ഉദ്യോഗസ്ഥന്മാർ വന്നു, എഞ്ചിനീയേഴ്സ് വന്നു. അവർ പറഞ്ഞു ഇവിടെ പട്ടികജാതി മേഖലയിൽ ഒരു യോഗം വിളിച്ചു ചേർക്കണം, അവരൊരു കമ്മിറ്റി ഉണ്ടാക്കണം. അന്ന് കമ്മിറ്റി ഉണ്ടാക്കി. അതിലെ കൺവീനർ മരണപ്പെട്ടു പോയ C. ബാലഗോപാലൻ ചെമ്പ്രക്കുടി, അതിന് ചെയർമാനായി ഇന്നും പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ ഭാരവാഹികളായിട്ടുള്ള തീർത്തും മുഴുവനും പട്ടികജാതി അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് പിന്നെ സിഡ്കോ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനകത്ത് 1 കോടി ഉറുപ്പിക കിട്ടിയപ്പോൾ 60 ലക്ഷം ഉറുപ്പിക ആ കുന്നുംപുറത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളുടെ ചെങ്കുത്തായ സ്ഥലം കയ്യാലെ കെട്ടി സംരക്ഷിക്കാനും 40 ലക്ഷം രൂപ കുടിവെള്ളത്തിനു വേണ്ടി മാറ്റിവെക്കാൻ ഈ സമിതിയാണ് തീരുമാനിച്ചത്. അടുവാട് സ്കൂളിൽ ചേർന്ന ആ യോഗമാണ് തീരുമാനിച്ചത്. അതിനുശേഷം ചെമ്പ്രക്കുഴി ചേർന്ന യോഗത്തിൽ വെച്ചാണ് വീണ്ടും ഫലപ്രദമായ തീരുമാനമെടുത്തത്. അങ്ങനെ പ്രവർത്തനം അവർ നടത്തി. പ്രവർത്തനം നടത്തി അതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം, നാട്ടുകാർ കാണേണ്ടതാണ്. എന്നാൽ ആ കുടിവെള്ളത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ കിണറിൽ നിന്ന്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കോട്ടക്കുന്നുമലെ ബാക്കിയുള്ള 40-45 കുടുംബങ്ങൾ കൂടി ഉണ്ടാകും. അവർക്ക് കൂടി ഈ വെള്ളം എത്തിക്കാൻ ആവശ്യമായ ശുദ്ധജലം ഈ കിണറിനകത്തുണ്ട്. ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും മാവൂർ പഞ്ചായത്തിലെ ഭരണസമിതി, UDFന്റെ ഭരണസമിതി, ഇവിടെ ചില കോൺഗ്രസുകാരെ കയ്യിലെടുത്ത് കള്ള പെറ്റീഷൻ, മാസ് പെറ്റീഷൻ തയ്യാറാക്കി. ഇവിടെ നിന്നും വെള്ളം കൂടുതൽ പമ്പ് ചെയ്താൽ അങ്ങനെ കളരി അപ്പുറത്തുള്ള പൈപ്പ് ലൈനിന് അപ്പുറത്തുള്ള 1 കിലോമീറ്ററിന്റെ അപ്പുറത്തുള്ള കിണറുകളിൽ വെള്ളം വറ്റിപ്പോകും എന്ന് പറഞ്ഞ് ഇന്ന് മാവൂർ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെ സഹോദരിമാര്, അവരെ അയൽപക്കക്കാര്, ബന്ധുക്കള് എല്ലാവരും ചേർന്ന് മാസ് പെറ്റീഷൻ തയ്യാറാക്കി പഞ്ചായത്തിന് കൊടുത്ത് പഞ്ചായത്ത് ഈ വർക്ക് തടയാണ് ചെയ്തത്. നാട്ടുകാരല്ല തടഞ്ഞത്, പഞ്ചായത്ത് ഈ വർക്ക് തടയാണ് ചെയ്തിട്ടുള്ളത്. അംഗീകാരം നൽകാതെ ആ പണി നിർത്തിവെച്ചു. അതിനുശേഷം ഞങ്ങൾ കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. ഞങ്ങൾ പിന്നെ വന്നിട്ടുള്ള നബീസ മെമ്പർ, പ്രസന്ന മെമ്പർ, ഇവരൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ മെമ്പർ ആലോചിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നാലോചിച്ചതിൻ്റെ ഭാഗമായി ഒരു കിണർ കുഴിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. MLA ആയി ബന്ധപ്പെട്ടു. MLA പറഞ്ഞു പുതിയ കിണർ കുഴിച്ച് നമുക്ക് അതിന് വെള്ളം പമ്പ് ചെയ്യാം. അങ്ങനെ കിണർ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ അലഞ്ഞു നടന്നു. അങ്ങനെ മാവൂരിലുള്ള സുബൈദ എന്ന് പറയുന്ന ഒരു നല്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ഭൂമി, 2 സെന്റ് ഭൂമി മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തു. അതിപ്പോഴും പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ തന്നെ കിടക്കുകയാണ് ആ ഭൂമി. എന്നാൽ അവിടെ പദ്ധതി കിണർ കുഴിക്കാൻ വേണ്ടി ആലോചന നടന്നപ്പോൾ ഇതേ UDF തന്നെ സൗത്ത് അരങ്കോടുമിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവിടെ കിണർ കുഴിച്ചാൽ അവിടെ കിണറിൽ വെള്ളം പറ്റും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലം 2 സെന്റ് സ്ഥലം ഇപ്പോഴും മാവൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ കിടക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ MLA ആയി ബന്ധപ്പെട്ടു. ഇനി എന്ത് പരിഹാരം, ഇതിനൊരു പരിഹാരം കാണല്ലോ. അപ്പം MLA ഞങ്ങളോട് ആലോചിച്ചു, ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി.
വീണ്ടും 60 ലക്ഷം രൂപ MLA വീണ്ടും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അനുഭവിച്ചു വന്നു. സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളൊന്ന് വന്ന്, മറ്റു വാർഡിലെ ആളുകൾ ഒന്ന് വന്ന് ഈ കോട്ടക്കുന്നിന്റെ വികസനം എന്തായിരുന്നു നേരത്തെ കോട്ടക്കുന്ന്, ഒരു 10-35-40 വർഷം മുമ്പുള്ള കോട്ടക്കുന്ന് എങ്ങനെയായിരുന്നു, ഇന്നത്തെ കോട്ടക്കുന്ന് എങ്ങനെ ഈ രൂപത്തിലേക്ക് വളർന്നു വലുതായി വികസനം വന്നു എന്നതിനെ സംബന്ധിച്ചൊരു പഠനം നടത്താൻ ഞാൻ മാവൂർ പഞ്ചായത്തിലുള്ള UDFന്റെ പ്രവർത്തകന്മാരെയും പഞ്ചായത്ത് ഭരണാധികാരികളെയും ഞാനൊരു മുൻ പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക്, ജനപ്രതിനിധി എന്ന നിലക്ക് ഇവിടേക്ക് ക്ഷണിക്കും. കോട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ നടത്തുന്ന തിരക്കിട്ട കുപ്രചരണങ്ങൾ ചില പ്രത്യേക താൽപര്യങ്ങൾ മുൻനിർത്തിയാണെന്നും നിലവിലെ മെമ്പറായ പ്രസന്നകുമാരിയും മുൻ മെമ്പറായിരുന്ന KP ചന്ദ്രനും ആരോപിച്ചു. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.